മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകരെയും ഗുഡ്നസ് TV-യിലെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും മാതാപിതാക്കന്മാർ ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും മക്കളുടെ ശ്രദ്ധ, അവരുടെ സാന്നിധ്യം, പരിഗണന ഇതൊന്നും ലഭിക്കാത്ത സാഹചര്യം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വേറിട്ട് സന്തോഷമുള്ള മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അനുഗ്രഹമായി തീരുന്ന മക്കളുടെ നല്ല കുടുംബങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. കോതമംഗലം രൂപതയിലെ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകയിലെ മലേക്കുടി കുടുംബത്തിലെ മറിയക്കുട്ടി അമ്മയുടെ കുടുംബമാണ്. ജീവിത പങ്കാളി പിതാവ് ജോൺ ചേട്ടൻ 23 വർഷം മുമ്പ് മരിച്ചു. 85 വയസ്സുള്ള ഈ അമ്മ വളരെ സന്തോഷവതിയാണ്. ഈ കാലഘട്ടത്തിൽ സമ്പൂർണ്ണ ബൈബിൾ 2 പ്രാവശ്യം എഴുതി പൂർത്തിയാക്കി. മക്കളെ ദൈവം നൽകി 9 പേരെ. ആ 9 പേരെയും ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷവും വളരെ സ്നേഹത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു നല്ല കണ്ണിയായി അമ്മ നിലകൊള്ളുകയാണ്. കരുണയുടെ, സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവ ഈ കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ. അമ്മ ഏറെ സന്തോഷവതിയാണ്. അമ്മയുടെ മക്കളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് മലേക്കുടിയിൽ മറിയക്കുട്ടി ജോണിന്റെ ഭവനം. ഇടുക്കി ജില്ലയിലെ പുറപ്പുഴയിലാണ് ഇവരുടെ ഭവനം. ഇത് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പുറപ്പുഴ, മലേക്കുടിയിൽ കുടുംബത്തിന്റെ ഇടവക ദേവാലയം. ഇതാണ് മലേക്കുടിയിൽ മറിയക്കുട്ടി ജോൺ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്ന അമ്മ. ഈ ഭവനത്തിൽ കയറി ചെല്ലുന്നവർ അനുഭവിക്കുന്ന ശാന്തതയും സമാധാനവും ഇവിടുത്തെ പ്രാർത്ഥനയിൽ നിന്നും നിർഗളിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു നല്ല ഒരു അമ്മയെ പരിചയപ്പെടുത്തുക. അമ്മയോട് തന്നെ ചോദിക്കാം അമ്മയുടെ വിശേഷങ്ങൾ. അമ്മയോട് ചോദിക്കട്ടെ, ഈ മുഖത്ത് വളരെ സന്തോഷമുള്ള ഒരു മുഖമാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണല്ലോ സന്തോഷം. ആ സന്തോഷത്തിന്റെ കാരണം എന്താണ്? സ്നേഹം. സ്നേഹം ആർക്കെല്ലാം കൊടുക്കുന്നുണ്ടോ അവിടെ സന്തോഷമുണ്ട്. ഇപ്പൊ മക്കളുടെ സ്നേഹം നല്ലതുപോലെ കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും, ഒരു കുഴപ്പമില്ല. ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ അനുഭവം ഏതാണ്? ജീവിതത്തിലെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെല്ലാം കൂടി ഒന്നിച്ചു കൂടുക, മക്കളെ എല്ലാവരെയും ഒന്നിച്ച് കാണുക. ഡിസംബർ 25-ാം തീയതിയും ഈസ്റ്ററിന്റെ അന്നും ചാച്ചായി മരിച്ച അവധിക്കും അപ്പൊ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ട്. അതൊരു സന്തോഷത്തിന്റെ സമയമാണ്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ,
സ്നേഹനിധിയായ ഈ അമ്മയെക്കുറിച്ച് മക്കൾക്കും തലമുറകൾക്കും ഏറെ പറയാനുണ്ട്. എൻ്റെ പേര് മത്തച്ചൻ. ഞാൻ ഈ വീട്ടിലെ മൂത്തയാളാണ്. ഇതെൻ്റെ ഭാര്യ മേരി. 45 വർഷമായി ഇവിടെ വന്നിട്ട്. ഞങ്ങൾക്ക് 2 പിള്ളേർ, 2 പെൺപിള്ളേർ. മൂത്തയാൾ അവളുടെ ഹസ്ബൻഡ് മിലിറ്ററിയിലാണ്. അവർ രണ്ടുപേരും മിലിറ്ററിയിലാണ്, രാജസ്ഥാനിലാണ് ഇപ്പം നിൽക്കുന്നത്. അവർക്ക് 2 പിള്ളേർ, ഒരാണും ഒരു പെണ്ണും. മൂത്തവൻ ഇക്കൊല്ലം 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ അതും പെങ്കൊച്ചാണ്. അവൾക്ക് 2 പിള്ളേർ. അവർ ബഹ്റിനിലാണ്. അവർ രണ്ടുപേരും അവിടെ കഴിയണം. ഞങ്ങളുടെ ഇളയത് 8 പേരുണ്ടായിരുന്നു. അവരെല്ലാം സ്വന്തം അനിയനെ പോലെയും അനിയത്തിമാരെ പോലും ഞാൻ കരുതി എൻ്റെ കൂടെ നിന്നുകൊണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. അന്നേരം വല്യമ്മയും വല്യപ്പനും ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളും നന്നായിട്ട് നോക്കി മുന്നോട്ട് പോയി. 22 വർഷം ഞങ്ങളിവിടെ ജീവിച്ചു. അമ്മ എല്ലാ കൂട്ടത്തിനും കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്വന്തം മകളായിട്ട് എന്നെ കരുതി കൊണ്ടാടുന്നു. ഞാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അമ്മയുടെ 2ാമത്തെ മകനാണ്. എൻ്റെ വൈഫ് ഷേർലി, എൻ്റെ മൂത്ത മകൻ എബിൻ, മകൻ്റെ കുടുംബം ക്രിസ്റ്റീന. എൻ്റെ ഇളയ മകനും മോളും ഒരു മകനും US-ലാണ്, സ്ഥലത്തില്ല. 2 കൊച്ചുമക്കളും, ആകെ 3 കൊച്ചുമക്കളും. ഞങ്ങളിവിടെ എനിക്ക് തോന്നുന്ന ഈ പുറപ്പുഴ ഗ്രാമത്തിലെ ഏറ്റവും അംഗസംഖ്യ കൂടുതലുള്ള ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. ചെറുപ്പകാലങ്ങളിൽ ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥയല്ല, അന്ന് നിലം വിതയ്ക്കാനുണ്ട്, പറമ്പിൽ പണിയുണ്ട്, ഒട്ടേറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പം മിക്കവാറും ഈ വീട്ടിലൊരു ദിവസവും ഒരു 10-ൽ കുറയാത്ത ജോലിക്കാരുണ്ടാവും. അവർക്ക് മുഴുവൻ ഭക്ഷണം, രാവിലത്തെ ഭക്ഷണം, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി, അതൊരു വലിയ ചടങ്ങാണ്. ആളുകൾ ഇരുന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി ഈ വീട്ടിലുണ്ടായിരുന്നു. അതിന് മുഴുവൻ നേതൃത്വം കൊടുത്തിരുന്നത് അമ്മയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാദർ സ്കൂൾ അധ്യാപകനായിരുന്നു എന്നിവിടെ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് വലിയ ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അദ്ദേഹം അവസാനം പഠിപ്പിച്ചത് തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ചാച്ചനെക്കുറിച്ച് ഇപ്പോഴും, ഞാൻ അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, തൊടുപുഴയാണ് താമസിക്കുന്നത്. അപ്പോൾ ചാച്ചൻ്റെ ശിഷ്യഗണങ്ങൾ എപ്പോഴും വഴിക്ക് വെച്ച് പലരെയും കാണാറുണ്ട്. അവരെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് ചാച്ചനെക്കുറിച്ച് പറയുന്നത്. ചാച്ചൻ അന്ന് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ 2-3 പൊതിച്ചോറ് കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ചാച്ചനൊരു പൊതിച്ചോറ്, പിന്നെ ഊണ് കഴിക്കാൻ വകയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറുകൾ, അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വീടുകളിൽ മുഴുവൻ, ആ പ്രദേശത്തുള്ള വീടുകളിൽ മുഴുവൻ സന്ദർശിച്ച് എല്ലാവരുമായിട്ടും വളരെ സൗഹൃദമായിരുന്നു. എൻ്റെ പേര് ജോൺസൺ. ഞാൻ അമ്മച്ചിയുടെ 3ാമത്തെ മോനാണ്. കൃഷിയാണ് ഉപജീവന മാർഗം. ഇത് എൻ്റെ ഭാര്യ ലിസമ്മ. ഇദ്ദേഹം മുത്തോലപുരം ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതെൻ്റെ 2ാമത്തെ മകൻ്റെ ഭാര്യയാണ് നീതു. ഇദ്ദേഹം പുന്നമട, ആലപ്പുഴയിലെ പുന്നമടയിൽ നിന്നാണ് ഇവിടെ വിവാഹം കഴിച്ച് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ 2ാമത്തെ മകൻ അജു. അദ്ദേഹം ഈ കളമശ്ശേരിയിലുള്ള ലോയേഴ്സ് അക്കാഡമിയുടെ രജിസ്ട്രാറായി വർക്ക് ചെയ്യുകയാണ്. മൂത്ത മോള് അനു എന്നാണ് പേര്. അവൾ കോതമംഗലത്ത് ആണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവൾക്ക് 2 കുട്ടികളാണുള്ളത്. അവർ രണ്ടുപേരും കുടുംബവും 4 പേര് കാനഡയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മാസമായി പോയിട്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം.
ഇനി ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു മനുഷ്യൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഐക്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 9 മക്കളുണ്ട്. 9 മക്കളും അതുപോലെ തന്നെ ഏതാണ്ട് 55ഓളം പേരക്കുട്ടികളും ഉൾപ്പെടെയുള്ള ഈ വലിയ കുടുംബം ഞങ്ങൾ വളരെ കുറച്ച് കാലമായുള്ളൂ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ വല്യപ്പനും വല്യമ്മയും ചാച്ചനും അമ്മയും ഞങ്ങൾ 9 മക്കളും ഒരു കുഞ്ഞു വീട്ടിലാണ് ഞങ്ങളുടെ താമസവും ജീവിതവും ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം വളരെ കൂടുതലുള്ള കുടുംബമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ പേര് ലിസി. ഞാൻ അമ്മച്ചിയുടെ മൂത്ത മകളാണ്. മക്കളിൽ നാലാമത്തെ ആൾ. എന്നെ വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് മൈലക്കൊമ്പ് ഇടവകയിൽ താന്നിക്കൽ കുടുംബത്തിലാണ്. ഞങ്ങൾക്ക് 2 മക്കൾ. എൻ്റെ ഭർത്താവ് ആൻ്റണി ജോൺ. ഞങ്ങളൊരു വലിയ കുടുംബത്തിലായിരുന്നു. 9 മക്കളിൽ ഏറ്റവും ഇളയ മകനാണിത്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തയാള് ജോൺ ആൻ്റണി വിവാഹിതനാണ്. മോളുടെ പേര് നീതു ജേക്കബ്. അവർ അയർലൻഡിലാണ്. അവർക്കൊരു കൊച്ചുമോനുണ്ട്, ജോന ജോൺ ആൻ്റണി. ഇളയ മകൻ ടോം ആൻ്റണി. അവൻ UK സ്റ്റഡി വിസ എടുത്തു പോയി, MS എടുത്തു. ഇപ്പോൾ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അമ്മച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, അമ്മച്ചിയുടെ മൂത്ത മകൾ എന്ന നിലയിൽ അമ്മച്ചിയുടെ നിശ്ചയദാർഢ്യമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. മക്കളെ ഉന്നത നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഒത്തിരി പ്രയത്നിച്ച് അധ്യാപകനായ എൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒരു വലിയ ഉറപ്പോടുകൂടിയായിരുന്നു അവരുടെ പ്രവർത്തനം. എൻ്റെ പേര് പൗളിൻ. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ 5ാമത്തെ പുത്രിയാണ്. ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഭർത്താവ് കുര്യാക്കോസ്. അദ്ദേഹം മസ്കറ്റിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാതെ പോയത്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്താൾ രാഹുൽ, അവൻ ദുബായിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മോള് രേഷ്മ, അവൾ എറണാകുളത്ത് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷമായി. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പനെ അമ്മയെക്കുറിച്ച് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് സംസാരിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മക്കൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവർ പ്രസവിച്ച സമയത്ത് സാങ്കേതിക കാരണങ്ങൾ എനിക്ക് അവരെ മസ്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെ, നല്ല ദൈവവിശ്വാസത്തിൽ നല്ല ചിട്ടകൾ പറഞ്ഞു കൊടുത്ത് എൻ്റെ 2 മക്കളെയും 2 വയസ്സ് വരെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും തണലിൽ വളർന്നു വരാൻ ആ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു. അതിനെൻ്റെ പേരൻസിനോട് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ മസ്കറ്റിലായിരിക്കുമ്പോഴും ഒന്നിച്ച് തിരിച്ചു പോകണമെങ്കിൽ അമ്മയ്ക്ക് അത്രയും വേവലാതിയില്ല. പക്ഷെ ഞാൻ തനിച്ച് തിരിച്ചു പോകുമ്പം ഇത്രയും പ്രായമായിട്ടും ഞാനൊരു നേഴ്സാട്ടോ, പറയാൻ വിട്ടുപോയി. ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയിൽ ആണ് ഞാനുള്ളതെങ്കിൽ കൂടി ആ ഒരു കരുതൽ സ്നേഹവും, സ്വന്തം മക്കൾ എന്നും അവർക്കെന്നും കുഞ്ഞുങ്ങളായിരിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു ഭാഗ്യം. ഓരോ കരുതലിനും ഓരോ തണലിനും അവർ ഞങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾക്കും ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ പേര് ഡെയ്സി. ഞാൻ ചാച്ചായുടെയും ചാച്ചിയമ്മയുടെയും 6ാമത്തെ മകളാണ്. എൻ്റെ ഭർത്താവ് ജോർജ്. ഞങ്ങളിപ്പോൾ കരിമണ്ണൂരാണ് താമസിക്കുന്നത്. ഇളന്തേശത്തായിരുന്നു വിവാഹം കഴിച്ചയച്ചിരുന്നത്. എനിക്ക് ഈ കുടുംബത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഒരു കുടുംബത്തിൽ ചെന്നാൽ ജീവിക്കണം എന്ന ഒരു ഊർജം ഉൾക്കൊള്ളാൻ സാധിച്ചത് എനിക്ക് ഈ കുടുംബത്തിൽ നിന്നാണ്. എനിക്ക് പ്രത്യേകമായിട്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ദിവസം ഒരാളെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് പള്ളിയിൽ പോകണം എന്ന് നിർബന്ധമായിരുന്നു. കുർബാന കൂടാൻ പോകണം എന്ന് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വീട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മൂത്ത മോളുണ്ടാകുന്നത്. ഞങ്ങൾക്ക് 2 മക്കളാണ്. പഠനത്തിനിടയിൽ മോളുണ്ടായി. പ്രസവിച്ച് 30 ദിവസമായപ്പോഴേ ഞാൻ വീണ്ടും ക്ലാസ്സിൽ പോയി. അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് പഠിക്കാൻ പോകണമെങ്കിൽ നീ പൊയ്ക്കോ, കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് നീ പോകാതിരിക്കരുതെന്ന്. ആ ഒരു അമ്മയുടെ ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപികയായിട്ട് അനേക വർഷം സേവനം ചെയ്യാൻ എനിക്ക് ദൈവം കരുണ തന്നത്. ഇങ്ങനെ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും മഹാ അനുഭവം, അതിൻ്റെ ഊർജം ഞാൻ സ്വീകരിച്ചത് ഈ കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ എപ്പോൾ ഇവിടെ വന്നാലും
ചാച്ചിയമ്മ എന്നാണ് വിളിക്കണേ. ഞാൻ അന്നൊക്കെ ഇടുക്കിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വന്നു എന്ന് പറയുമ്പോഴത്തേനും ചാച്ചായിയുടെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ചാച്ചായി ഓടി ഇളന്തേശന് ഓടി വരുമായിരുന്നു. മോനെ ഇങ്ങോട്ട് വന്നില്ലേലും അങ്ങോട്ട് ഓടി വന്ന് ചാച്ചായി നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കി. ചാച്ചിയമ്മ ഇടയ്ക്ക് വരും, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നും തിരക്കിക്കൊണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. എൻ്റെ പേര് ജെസി. ഞാൻ ഈ വീട്ടിലെ 7ാമത്തെ മകളാണ്. എൻ്റെ ഹസ്ബൻഡ് ടോളി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 28 വർഷമായി. എൻ്റെ മൂത്ത മോൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. മോള് നേഴ്സിങ്ങിന് പഠിക്കുന്നു ബാംഗ്ലൂരിൽ. ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റി ഓർക്കുമ്പോൾ, എൻ്റെ ചാച്ചനെ പറ്റി അമ്മച്ചിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് ചെറുതിലേ തൊട്ട് ഞങ്ങളുടെ ടാലൻറ്റുകൾ തിരിച്ചറിഞ്ഞ്, അതായത് നൃത്താഭ്യാസത്തിനും സംഗീതാഭ്യാസത്തിനും ഒക്കെ ഞങ്ങളെ എല്ലാവരെയും എല്ലാ വിധത്തിലും പങ്കെടുപ്പിക്കുകയും അതിനുള്ള പരിശീലനം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇപ്പോഴും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം. ചാച്ചനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ നല്ല ഓർമ്മകളാണ് എപ്പോഴും ഉള്ളത്. എല്ലാ പരിപാടികളിലും എപ്പോഴും ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് അമ്മ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. എൻ്റെ പേര് സിബി. ഞാൻ ഈ അമ്മച്ചിയുടെ 8ാമത്തെ മകനാണ്. ഞാൻ പൈനാവ് പോളിടെക്നിക്കിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഭാര്യ സിജി വഴുത്തല ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാൾ നിന ജർമ്മനിയിൽ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. 2ാമത്തെ മോള് നേഹ വിമല പബ്ലിക് സ്കൂളിൽ 12ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ഇപ്പം അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 9 മക്കളിലും ഏറ്റവും അധികം കാലം അമ്മയോടൊപ്പം ജീവിച്ചത് ഞാനാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അമ്മ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സ്നേഹം എന്നുള്ള വാക്കാണ് ഓർമ്മ വരുന്നത്. കലർപ്പില്ലാത്തൊരു സ്നേഹമുണ്ടെങ്കിൽ അത് അമ്മയുടെ സ്നേഹം തന്നെയാണ്. ഇന്ന് ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദി ഞങ്ങളുടെ അമ്മയുടെ സ്നേഹവും കരുതലും തന്നെയാണ്. ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ബലിയർപ്പിക്കാൻ സാധിക്കണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുകയും പരിപാലിക്കുന്നത് അമ്മയ്ക്ക് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യവും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളത് മുടക്കം വരുത്താതെ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഭാര്യ നിർബന്ധമായും അമ്മേനെ പള്ളിയിൽ കൊണ്ടുപോയി വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ചേർക്കും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 23 വർഷമായി. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ നന്മകളുള്ള ഒരു അമ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭക്തയാണ്, അതുപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ നിശ്ചയദാർഢ്യത്തിലൂടെയും അതുപോലെ സഹോദര സ്നേഹത്തിലൂടെയും മുന്നേറുന്ന ഒരമ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ഒരു ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റിയ മറ്റൊരു നല്ലൊരു ഗുണമെന്ന് പറയുന്നത് അടുക്കും ചിട്ടയായ ഒരു ജീവിതമാണ്. അമ്മ കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാൻ അലമാര തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് എല്ലാം കൃത്യതയോടെ അടുക്കും ചിട്ടയായിട്ട് ഡ്രസ്സുകളും അതുപോലെ സുവിശേഷം എല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ സുവിശേഷം എഴുതുന്നത് കോവിഡ് സമയത്താണ് കൂടുതലായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. എപ്പോഴും ഒരു മേശപ്പുറത്തോ അങ്ങനെയൊന്നും ഇരുന്ന് എഴുതാതെ ഈ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് കാല് നീട്ടി വെച്ച് ഇങ്ങനെ ആ ഒരു ദൃഢനിശ്ചയം, കഠിനാധ്വാനം, അതുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് 2 പ്രാവശ്യവും ബൈബിൾ എഴുതി തീർക്കുവാനായിട്ട് സാധിച്ചത്. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഈ അമ്മ ഏറെ സന്തുഷ്ടവതിയാകുന്നത്. വല്യമ്മച്ചി ഞങ്ങൾ ചെറുതായിരുന്നപ്പം കുടുംബത്തിൻ്റെ പഴയ ചരിത്രവും അപ്പനെക്കുറിച്ചും വല്യമ്മച്ചിയുടെ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും നമ്മുടെ തൊട്ടയലക്കത്തുള്ള അമ്പലത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ പേര് നേഹ സിബി. ഞാൻ 18ാമത്തെ പേരക്കുട്ടിയാണ്. ചാച്ചിമ്മയുടെ കൂടെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഞാനാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് തിരിച്ച് വരുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത് ചാച്ചിയമ്മയാണ്. എൻ്റെ പേര് സോണിയ എന്നാണ്. ഞാൻ ചാച്ചിയമ്മയുടെ പേരക്കുട്ടിയുടെ വൈഫാണ്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചാച്ചിയമ്മ ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങളിൽ ഒരാളായിട്ടും മൂത്തവരുടെ കൂടെ അവരിൽ ഒരാളായിട്ടും നല്ല ഞങ്ങളോട് വളരെ അധികം സ്നേഹത്തോടും വളരെ ഹാപ്പി ആയിട്ട് ഇത്രയും നല്ലൊരു അമ്മച്ചീനെ കിട്ടിയല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പേര് നീതു. ഞാൻ
ചാച്ചമ്മയുടെ കൊച്ചുമോൻ്റെ വൈഫാണ്. ഞാനിവിടെ വന്നിട്ട് അധികം കാലം ആയില്ലെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം വല്യമ്മച്ചിയെ പോലെയാണ് എനിക്ക് അമ്മച്ചിയായിട്ടുള്ള ഇടപെടലിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്മച്ചിയോടുള്ള സമയങ്ങളിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇവിടെ വന്നാലും എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മളെ സ്വീകരിക്കുകയും എന്തുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടുതൽ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് വല്യമ്മച്ചിനെ ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ഈ മലയക്കുടി കുടുംബത്തിന്റെ സ്വന്തം ഇടയൻ, ഇടവക വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്ത് ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, അതിപുരാതനമായ നെടിയശാല ഇടവകയുടെ ഭാഗമായിരുന്ന പുറപ്പുഴ ഇടവക 85 വർഷങ്ങൾക്ക് മുമ്പാണ് രൂപപ്പെട്ടത്. പാലായുടെ ഭാഗങ്ങളിൽ നിന്നും മറ്റ് ദേശങ്ങളിൽ നിന്നുമെല്ലാം കുടിയേറി വന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ പുരാതനമായ കുടുംബങ്ങളിൽ ഒന്നാണ് വഴുതനപ്പള്ളി കുടുംബം. വഴുതനപ്പള്ളി കുടുംബത്തിലെ പ്രിയപ്പെട്ട അമ്മച്ചി ആയവന ഇടവകാംഗമായ മലയക്കുടിയിൽ ജോൺ സാറ് വിവാഹം ചെയ്യുകയും ഇവിടെ ഈ ഇടവകയിൽ അംഗമായി കഴിയുകയും ചെയ്തു. വളരെ ഭക്തിപൂർവവും വിശ്വാസത്തിൽ അടിയുറച്ചതുമായ കുടുംബജീവിതം നയിച്ചിരുന്ന ജോൺ ഏലിക്കുട്ടി ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 9 മക്കളെ ദൈവം നൽകി. അവരെല്ലാവരെയും വളർത്തി വലുതാക്കി ജീവിതാന്തസ്സുകളിലേക്ക് പ്രവേശിപ്പിച്ചു. പ്രിയപ്പെട്ട ജീവിത പങ്കാളി ജോൺ സാറ് സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഔദ്യോഗികമായ ഉത്തരവാദിത്വ നിർവഹണത്തിനിടയിലും കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ നിറവേറ്റി. എന്നാൽ പ്രിയപ്പെട്ട ഏലിക്കുട്ടി അമ്മച്ചി കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ദൈവം അവർക്ക് നൽകിയ മക്കളെ സ്നേഹത്തോടെ വളർത്തുകയും ചെയ്തു. ജീവിത പങ്കാളി 23 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിലേക്ക് മടക്കി വിളിക്കപ്പെട്ടു. പിന്നീടുള്ള ജീവിതവും അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ജീവിതമായിരുന്നു. ഇപ്പോൾ 85 വയസ്സുകൾ പ്രായമായി. കഴിഞ്ഞ വർഷത്തിൽ അമ്മച്ചി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയാവുന്ന വിധത്തിൽ സമ്പൂർണ്ണ ബൈബിള് സ്വന്തം കൈപ്പടവിൽ 10 മാസം കൊണ്ട് എഴുതി പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അതിൻ്റെ പ്രകാശനം കോതമംഗലം രൂപതയിലെ അഭിവന്യ പിതാവ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലാണ് നിർവഹിച്ചത്. ഇന്നും ഇടവകയിലെ സജീവ സാന്നിധ്യമായി പ്രാർത്ഥന കൊണ്ടും മാതൃക കൊണ്ടും എല്ലാവർക്കും പ്രോത്സാഹനമായി കഴിയുന്നു. അമ്മച്ചിയുടെ ജീവിതം എല്ലാവർക്കും അനുകരിക്കത്തക്ക വിധത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു ജീവിത സാക്ഷ്യമായിരുന്നു. പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും കുടുംബത്തെ രൂപപ്പെടുത്തുവാനും കുടുംബത്തോടൊപ്പമാകുവാനും എന്നും അമ്മച്ചി ശ്രദ്ധിച്ചിരുന്നു. ഒപ്പം ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും അമ്മച്ചിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിക്കും അമ്മച്ചിയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാ ഭാവുകങ്ങളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവം ഈ കുടുംബത്തെ ഇനിയും ഏറെ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചപ്പോൾ ഈ കുടുംബത്തിന് ലഭിച്ചത് സ്വർഗീയ സന്തോഷം. മീട്ടും സംഗീതം കുടുംബം ഒരു മനോഹര ഗാനം. ഇതാണ് മലയക്കുടിയിൽ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പ്രായമായ മാതാപിതാക്കളോട് മക്കൾക്കുള്ള താല്പര്യവും ശ്രദ്ധയും. അതിനെ സംബന്ധിച്ച്
ഒരു നല്ല സന്ദേശം അഭിമന്യ പിതാവ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവരെ ഏറ്റവും ദൈവം നൽകിയ അനർഘമായ നിധിയായി നമുക്ക് കണക്കാക്കാം. പോൾ ആറാമൻ പാപ്പയാണ് പറഞ്ഞിട്ടുള്ളത്, ഓൾഡർ ദ ഫിഡ്ലർ ബെറ്റർ ദ മെലഡി എന്ന്. ഇങ്ങനെ പ്രായമായ ഒരു വയലിൻ വായനക്കാരൻ്റെ ആ കഴിവിൽ നിന്നാണ് കൂടുതൽ മനോഹരങ്ങളായ ഗാനങ്ങൾ, സംഗീതം ഉതിർക്കുക. നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, ബഹുമാനിക്കാം. അങ്ങനെ കുടുംബത്തിൻ്റെ അനർഘനിധിയായി, ഏറ്റവും വിലപ്പെട്ട നിധിശേഖരമായി അവരുടെ ജീവിതത്തെ പരിഗണിക്കാം. അവരിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി കുളിർമഴ പോലെ പെയ്തിറങ്ങട്ടെ. കുടുംബത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, എന്തൊരു ഹൃദ്യമായ അനുഭവം! സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ ഒക്കെ അനുഭവമുള്ള ഒരു നല്ല കുടുംബം, മലയക്കുടി കുടുംബം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് പോകുന്നത് ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന ഈ അമ്മയുടേതാണ്. 85 വയസ്സുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് ജീവിത പങ്കാളി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും സന്തോഷവതിയായി കഴിയുന്നതിന് ഈ മക്കൾ ഈ അമ്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ അനുഭവമാണ്. ഈ വയസ്സിലും 9 മാസത്തോളം എടുത്ത് സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഈ അമ്മയുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ അനുഭവം കൂടിയാണ്, കഠിനാധ്വാനത്തിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ. ഈ മക്കൾ ഇന്ന് സ്നേഹത്തിൽ ഒറ്റക്കെട്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ അമ്മയ്ക്കാണ്. അമ്മ മക്കളെ പ്രസവിക്കുക മാത്രമല്ല ചെയ്തത്, ജീവിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. സ്നേഹം കൊടുത്ത്, കാരുണ്യത്തിൻ്റെ അനുഭവം കൊടുത്ത്, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് വ്യക്തമായ ഉത്തരം കൊടുത്ത് മക്കളെ വളർത്തിയതിൻ്റെയാണ് ഇന്ന് മക്കൾ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ അനുഭവം. ഈ അമ്മയ്ക്കും 9 മക്കൾക്കും അവരുടെ പേരക്കുട്ടികളും അടങ്ങുന്ന 55 പേർക്ക് ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹസമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം തൊട്ടനുഗ്രഹിച്ച ഒരു നല്ല കുടുംബത്തെ അതിൻ്റെ വിശേഷങ്ങളോടുകൂടി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.